ഇന്ത്യയിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ക്രിപ്റ്റോ കറൻസി മോഷണം ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ? കഴിഞ്ഞ മാസം വാസറെക്സ് എക്സ്ചേഞ്ചുമായി ലിങ്ക് ചെയ്തിരുന്ന ഒരു വാലറ്റിൽ നിന്ന് $230 മില്യൺ അഥവാ ഇന്ത്യൻ മണി പറയുകയാണെങ്കിൽ ഏകദേശം 2000 കോടി രൂപയുടെ മോഷണമായിരുന്നു അത്. ആയിരക്കണക്കിന് ആളുകൾക്ക് കോടിക്കണക്കിന് രൂപയാണ് ഇത്തരത്തിൽ നഷ്ടപ്പെട്ടത്. ഇതേ തുടർന്ന് വാസിർ എക്സ് ഈ സംഭവം ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റിൻ്റെ സെൻട്രൽ സൈബർ ക്രൈം പോർട്ടലിലും ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീമിലും റിപ്പോർട്ട് ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ പോലീസ് കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മൾട്ടി ലെവൽ ഓതന്റിക്കേഷൻ വഴി സുരക്ഷിതമാക്കപ്പെട്ട വാലറ്റിൽ നിന്ന് ഇത്രയധികം തുക എങ്ങനെ നഷ്ടമായി എന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. ഡിജിറ്റൽ ഫോറൻസിക് കമ്പനികളായ പെലോറസ് ടെക്നോളജി, ക്രിസ്റ്റൽ ഇൻ്റലിജൻസ് എന്നിവയാണ് ഭീമമായ തട്ടിപ്പ് എങ്ങനെ നടന്നു എന്നതിൽ വ്യക്തത വരുത്തിയത്. ബ്ലോക്ക് ചെയിനിലൂടെ ക്രിപ്റ്റോ പണം റിയൽ ടൈം അടിസ്ഥാനത്തിൽ എങ്ങനെ നഷ്ടമായി എന്ന വിലയിരുത്തലാണ് ക്രിസ്റ്റൽ ഇൻ്റലിജൻസ് നടത്തിയത്. ലോകമെങ്ങും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സൈബർ അന്വേഷണങ്ങൾ നടക്കുകയാണ്. തട്ടിപ്പിന്റെ ഭാഗമായി സ്വീകർത്താക്കളുടെ വാലറ്റുകൾ വഴി ജൂലൈ 18 200 വിനിമയങ്ങൾ നടന്നതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത്. ജൂലൈ 10 മുതൽ ഇതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. വാലറ്റിൽ തിരിമറി നടക്കുകയാണ് ആദ്യം ചെയ്തതെന്ന് ക്രിസ്റ്റൽ ഇൻ്റലിജൻസ് കൺട്രി മാനേജർ പറഞ്ഞു. ഇതിനുശേഷം മോഷ്ടാക്കൾ $230 മില്യൺ സ്വന്തം അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു. വ്യത്യസ്ത തരം ക്രിപ്റ്റോ കറൻസികളാണ് ഇങ്ങനെ അവർ മാറ്റിയത്. ബ്ലോക്ക് ചെയിനിലാണ് ഫണ്ട് എന്നതിനാൽ മോഷ്ടാവിന് അത് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നതാണ് വാസ്തവം. ഇവ ഉപയോഗിക്കണമെങ്കിൽ അയാൾ യഥാർത്ഥ ലോകത്ത് വന്ന് കറൻസിയിലേക്ക് ഇവ മാറ്റിയെടുക്കണം. അങ്ങനെ സംഭവിച്ചാൽ മോഷ്ടാവിൻ്റെ ഐഡന്റിറ്റി വെളിപ്പെടുമെന്നും അറിയാം. മോഷ്ടാവ് സ്വന്തം അക്കൗണ്ടിൽ $1080 നിക്ഷേപിക്കുന്നതിനായി ടൊർണാഡോ ക്യാഷ് വാലറ്റ് ഉപയോഗിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ മോഷ്ടാവിൻ്റെ ഐഡന്റിറ്റി മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. അതായത് ടൊർണാഡോ വാലറ്റ് ഒരു ഹവാല എന്ന നിലയിലാണ് ഉപയോഗിക്കപ്പെട്ടത്. ഇത് ഒരു മിക്സിംഗ് സർവീസ് ആയതിനാൽ ഇവിടെ ആരാണ് ഇതിന് പിന്നിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ക്രിപ്റ്റോ മോഷ്ടിക്കപ്പെട്ട അതേ ദിവസം തന്നെ അവ മറ്റു ക്രിപ്റ്റോ കറൻസികളാക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. ചെറിയ തുകകളാക്കി രണ്ട് വ്യത്യസ്ത എക്സ്ചേഞ്ചുകളിലൂടെ വിവിധ വാലറ്റുകളിലേക്കാണ് ഇവ മാറ്റിയിരിക്കുന്നത്. ഇതിനായി ഏകദേശം 20,000 വിനിമയങ്ങളാണ് നടത്തിയിരിക്കുന്നത്. നിലവിൽ മോഷ്ടിച്ച ക്രിപ്റ്റോ പാർക്ക് ചെയ്തിരിക്കുന്ന 3 വാലറ്റുകളും നിരീക്ഷണത്തിലാണ്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും പുരോഗമിക്കുന്നു.